ഇതിനും നമുക്ക് ഷെഡ്യൂൾ ആൻഡ് ക്വാണ്ടിറ്റീസ് ചെയ്യണം. നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ഷെഡ്യൂൾ ആൻഡ് ക്വാണ്ടിറ്റീസ്. അതുപോലെ തന്നെ ഇലക്ട്രിക്കലിലും ഷെഡ്യൂൾ ആൻഡ് ക്വാണ്ടിറ്റീസ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ വന്ന് അനലൈസിൽ കേട്ടോ, അനലൈസിൽ ഷെഡ്യൂൾ ആൻഡ് ക്വാണ്ടിറ്റീസ്. അതിൽ നമ്മളിപ്പോൾ സ്പേസ് ഇതിൽ ഫീൽട്ടർ ലിസ്റ്റിൽ നമ്മൾ ഇലക്ട്രിക്കലാക്കണം. മറ്റേത് മെക്കാനിക്കലെല്ലാം നമ്മൾ സെലക്ട് ചെയ്ത് അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ സെലക്ട് ചെയ്യാം. അതേപോലെ കാറ്റഗറി സ്പേസസ് ഇതിൽ നെയിമിൽ ഇലുമിനൻസ് ഷെഡ്യൂൾ എന്നാണ് നെയിം. ഇലുമിനൻസ് ഷെഡ്യൂൾ നെയിമിൽ ഷെഡ്യൂള്. പിന്നെ ഇതിൽ ഷെഡ്യൂൾ ബിൽഡിംഗ് കമ്പോണൻസ് പിക്ക് ചെയ്യാം. ഷെഡ്യൂള് ബിൽഡിംഗ് കമ്പോണൻസ് ചെയ്യാം. എന്നിട്ട് ഓക്കെ കൊടുക്കാം. സെയിം തന്നെ സ്പേസ് വരും. അതുപോലെ തന്നെ നമ്പർ, ആദ്യത്തെ നമ്പർ ആഡ് ചെയ്യാം. അത് ഓർഡറിൽ ആഡ് ചെയ്യണം നമ്പർ. അത് കഴിഞ്ഞാൽ നെയിം, പിന്നെ കാൽക്കുലേറ്റഡ് ഇലുമിനൻസ്. കാൽക്കുലേറ്റഡ് നമ്മൾ ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ട് കണ്ടോ, കാൽക്കുലേറ്റഡ് ഇലുമിനൻസ്. പിന്നെ ആവറേജ് എസ്റ്റിമേറ്റഡ് ഇലുമിനേഷൻ, ആവറേജ് എസ്റ്റിമേറ്റഡ് ഇലുമിനേഷൻ അത് ആഡ് ചെയ്യാം. കാൽക്കുലേറ്റഡ് ഇലുമിനൻസ്, ആവറേജ് എസ്റ്റിമേറ്റഡ് ഇലുമിനേഷൻ അത് ആഡ് ചെയ്യാം. എന്നിട്ട് FX പ്രസ് ചെയ്യാം. അതിൽ നെയിമിൽ നമ്മൾ ഡിഫറൻസ് അല്ലെങ്കിൽ ഡെൽറ്റ ലെക്സ് എന്ന് കൊടുക്കാം. നെയിം ഡെൽറ്റ ലെക്സ് കേട്ടോ, ഡെൽറ്റ ലെക്സ്. നെയിം ഡെൽറ്റ ലെക്സ്. ഡിസിപ്ലിൻ ഇലക്ട്രിക്കൽ. ടൈപ്പ് ഇലുമിനൻസ്. ഫോർമുല കാൽക്കുലേറ്റഡ് ഇലുമിനൻസ് ഇവിടെ നിന്ന് എടുക്കാം. കാൽക്കുലേറ്റഡ് ഇലുമിനൻസ് മൈനസ് ആവറേജ് എസ്റ്റിമേറ്റഡ് ഇലുമിനേഷൻ.
സെലക്ട് ചെയ്തു. ഓക്കെ. കാൽക്കുലേറ്റഡ് ഇലുമിനൻസ് മൈനസ് ആവറേജ് എസ്റ്റിമേറ്റഡ് ഇലുമിനേഷൻ. ഓക്കെ കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡെൽറ്റ ലെക്സ് കിട്ടി. ഡെൽറ്റ ലെക്സ്. ഇനി അടുത്തത് ഇതിൽ തന്നെ ഫീൽഡ്സ് ഉണ്ടായിരുന്ന ഇനി അതിൽ തന്നെ ഫോർമാറ്റിംഗ് ഫോർമാറ്റിംഗിൽ നമ്മൾ ഡെൽറ്റ ലെക്സ് സെലക്ട് ചെയ്യാം. ഡെൽറ്റ ലെക്സ് അതിലെ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഡെൽറ്റ ലെക്സ് സെലക്ട് ചെയ്യാം. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഡെൽറ്റ ലെക്സ് ടെസ്റ്റ് ബിറ്റ്വീൻ വാല്യൂ 5 -5 -5 -5 കളറ് റെഡ്. കളർ റെഡ്. ഓക്കെ. ഇലുമിനൻസ് ഷെഡ്യൂൾ. ഇതിപ്പോ ക്ലോസ് ചെയ്തിട്ട് അറിയാലോ, ഇവിടെ നിന്ന് എടുക്കാം. ഇതാ കണ്ടോ, ലെക്സ് ചാർട്ട് ഇലുമിനൻസ് ഷെഡ്യൂൾ. ഇനി നമുക്കത് രണ്ടും കാണാനായിട്ട് വ്യൂവില് അറിയില്ലേ, വ്യൂവില് ടൈൽ വ്യൂസ് എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രമായിട്ട് ഇലുമിനൻസ് ഷെഡ്യൂള്, ലെക്സ് ചാർട്ട്. അപ്പം നമുക്ക് ആവശ്യം പ്ലസ് നമ്മളിപ്പോൾ ഇലക്ട്രിക്കൽ സീലിങ്ങിലായിരിക്കും അല്ലേ, സീലിങ്ങാണ് എടുക്കേണ്ടത് കേട്ടോ. സീലിംഗ് ഇലക്ട്രിക്കൽ ഇലിമെന്റ്സ് ഷെഡ്യൂള് ഇത് രണ്ടും, ബാക്കിയുള്ളതൊക്കെ ക്ലോസ് ചെയ്യാം. സീലിംഗ് ഇലക്ട്രിക്കൽ പ്ലസ് ഇലിമെന്റ്സ് ഷെഡ്യൂള്.